ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ സദ്ഗുരുഭ്യോ നമഃ. പ്രഭാതങ്ങൾ സുപ്രഭാതങ്ങളാണോ? നല്ല ദിനമാണോ ഇന്ന്? സുദിനമാണോ ഇന്ന്? ചിലരുടെയെങ്കിലും അഭിപ്രായത്തിൽ തലയാകെ പെരുക്കുന്നു. എന്താണ് തലയുടെ പെരുപ്പിന് കാരണം? ഒരുപാട് ഭാരം അനുഭവപ്പെടുന്നു. എങ്ങനെയാണ് ഈ ഭാരം സംഭൃതമായത്? എങ്ങനെയാണ് ഈ ഭാരം കളക്ട് ചെയ്യപ്പെട്ടത് എന്നാണെങ്കിൽ, ഒരുപാട് അനുഭവങ്ങളുടെ ഓർമ്മകൾ, ഇച്ഛ, രാഗം, ദ്വേഷം, ഇതാണ് സാങ്കേതിക ഭാഷ. ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, ഇച്ഛ, രാഗം, ദ്വേഷം, ഡിസയേഴ്സ്, ഇതുകൊണ്ടൊക്കെ നമ്മുടെ തല പെരുക്കുന്നു. ഇതിനൊക്കെ അതീതമായി ചിന്തിക്കാൻ ഏത് പ്രഭാതത്തിൽ നമുക്ക് സാധിക്കുന്നുവോ ആ പ്രഭാതം സുപ്രഭാതം എന്ന് ഗണിക്കാം. നമ്മുടെ ഓരോ പ്രഭാതങ്ങളെയും നമുക്ക് സുപ്രഭാതമാക്കി മാറ്റാം. അങ്ങനെ വരുമ്പോൾ അന്നത്തെ ജീവിത യാത്ര സുഗമമായി നമുക്ക് നിർവഹിക്കാൻ സാധിക്കും. ശങ്കര ഭഗവത്പാദർ കർത്തൃത്വാദികൾ, കർത്തൃത്വം, ഭോക്തൃത്വം മുതലായവ അഭിമാനങ്ങൾ വാസ്തവത്തിൽ ആത്മാവിനെ ബാധിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിന് ഒരു ദൃഷ്ടാന്തം ഉപദേശിച്ചത്, എപ്രകാരമാണോ ജലഗത ചന്ദ്രന് ജലദോഷം ബാധിക്കുന്നത്, ജലത്തിന്റെ ദോഷം ബാധിക്കുന്നത്, ജലത്തിന്റെ ഇളക്കവും മറ്റുമൊക്കെ ബാധിക്കുന്നത്, ഇതുപോലെയാണ് ആത്മാവിൽ കർത്തൃത്വാദികൾ കൽപ്പിക്കപ്പെടുന്നത്. പ്രതിബിംബിത ചന്ദ്രന്റെ സ്ഥാനമാണ് ജീവാത്മാവിനുള്ളത്. ജീവാത്മാവ് അതിന്റെ സ്വരൂപമായ ആകാശത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ചന്ദ്രനെ ധ്യാനിക്കുക എന്നതുപോലെ സ്വരൂപമായ ആത്മാവിനെ ധ്യാനിക്കട്ടെ. അതിനുവേണ്ടി പ്രഭാതവേളകളെ നമുക്ക് നീക്കിവെക്കാൻ സാധിക്കണം. ഇന്ന് 25-ാമത്തെ ദിനമാണ് നമ്മുടെ ഈ പ്രഭാത യജ്ഞത്തിന്റെ, പ്രഭാത തീർത്ഥം പരിപാടിയുടെ 25-ാമത്തെ ദിനമാണ്. ഈ സുദിനത്തിൽ നമുക്ക് 23-ാമത്തെ ശ്ലോകം പരിചയപ്പെടാം. രാഗേച്ഛാ സുഖദുഃഖാദി ബുദ്ധൗ സത്യാം പ്രവർത്തതേ സുഷുപ്തൗ നാസ്തി തന്നാശേ തസ്മാത് ബുദ്ധേസ്തു ന ആത്മനഃ. തസ്മാത് ബുദ്ധേഹേ, അതുകൊണ്ട് ബുദ്ധിയുടേതാണ് എന്ത്? രാഗേച്ഛാ സുഖദുഃഖാദി, രാഗം, ലൈക്സ്, രാഗങ്ങൾ, ഇച്ഛ, ഡിസയേഴ്സ്, സുഖം, ദുഃഖം, സന്തോഷവും സങ്കടവുമൊക്കെ, സുഖാനുഭവം, സുഖം, ദുഃഖം, രാഗം, ഇച്ഛ, ഈ വികാരങ്ങളൊക്കെ, ഈ ഇമോഷൻസ് ഒക്കെ, മോഡിഫിക്കേഷൻസ് ഒക്കെ, രാഗേച്ഛാ സുഖദുഃഖാദി ബുദ്ധൗ സത്യാം പ്രവർത്തതേ, ബുദ്ധിയുള്ളപ്പോൾ സത്യമെന്ന പോലെ പ്രവർത്തിക്കുന്നു. എന്ന് പറഞ്ഞാൽ ബുദ്ധി പ്രവർത്തനക്ഷമമാകുമ്പോഴാണ്, ബുദ്ധി ആക്റ്റീവായിട്ടിരിക്കുമ്പോഴാണ് രാഗ, ഇച്ഛ, സുഖ, ദുഃഖാദി വൃത്തികൾ, അനുഭവങ്ങൾ, ചിന്തകൾ, വികാരങ്ങൾ ഉള്ളതായിരിക്കുന്നത്. എന്താ ഇങ്ങനെ പറയാൻ കാരണം? സുഷുപ്തൗ നാസ്തി, ഇവയൊന്നും തന്നെ സുഷുപ്തിയിൽ, ഇൻ യുവർ ഡീപ് സ്ലീപ് സ്റ്റേറ്റ്, ഗാഠനിദ്രയിൽ ഇവയൊന്നുമില്ല. അതുകൊണ്ട് എന്താ തീരുമാനം? സുഷുപ്തൗ നാസ്തി തന്നാശേ ബുദ്ധേഹേ നാശേ, ബുദ്ധിയുടെ നാശത്തിൽ. ബുദ്ധി നശിക്കുന്നു എന്നുള്ളത് കൊണ്ട്, ബുദ്ധി സുപ്തമാവുന്നു എന്നുള്ളത് കൊണ്ട് സുഷുപ്തൗ നാസ്തി, സുഷുപ്തിയിൽ രാഗദ്വേഷാദികളില്ല. അപ്പൊ രാഗദ്വേഷാദികളൊക്കെ തീർച്ചയായിട്ടും ബുദ്ധിയുടേതാണ്, അല്ലാതെ ആത്മാവിൻ്റെതല്ല. തസ്മാത് ബുദ്ധേഹേതു ന ആത്മനഃ, ആത്മാവിൻ്റെതല്ല. അതുകൊണ്ട് ആത്മാവിന് ഈ രാഗേച്ഛാ സുഖ ദുഃഖാദികളൊന്നും ബാധിക്കുന്നില്ല എന്ന് ഓരോ പ്രഭാതത്തിലും നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കട്ടെ. അങ്ങനെ ഓർമ്മിച്ച് സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയുമ്പോൾ നമ്മുടെ വ്യവഹാരങ്ങൾ കൂടുതൽ അവധാനതയോടെ നമുക്ക് ചെയ്യാൻ കഴിയും. ഇന്നലത്തെ ഒരുപാട് ചിന്തകളുടെ ഭാരം നമ്മെ ബാധിക്കാതിരിക്കട്ടെ. അതിനു വേണ്ടുന്ന ഒരു കുശലത ഇത്തരം ശ്ലോകങ്ങളുടെ ധ്യാനം നമുക്ക് തീർച്ചയായിട്ടും സമ്മാനിക്കും.